പ്രിയ ബഹുമാന്യരെ, ഞാനൊരു ഫോട്ടോ ഇപ്പം കാണിക്കുക. വേറൊരിടത്തുനിന്ന് ഒരു ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു മാഗസിന് അകത്തുനിന്ന് എനിക്ക് കിട്ടിയൊരു ഫോട്ടോയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തു. അതിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് യാക്കോബായിലെ പോരാളി. പോരാളി എന്ന് ഞാൻ കോമാളി എന്ന് എൻ്റെ കണ്ണിന് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് പോരാളി എന്നാണ്. ആദ്യം ഞാൻ കോമാളി എന്നാണ് കണ്ടത്. അതിന് ആ ഡ്രസ്സും ഇതും ആ തലക്കെട്ടും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. നിങ്ങൾ ഈ കഴിഞ്ഞ ഇടയൊക്കെ യൂട്യൂബിലൂടെയും അല്ലാതെയും പത്രത്തിലും ഒക്കെ അനേക തീവ്രവാദികളുടെ, ഇസ്ലാം തീവ്രവാദികളുടെ ഡ്രസ്സിങ്ങും അവരുടെ താടിയും അവരുടെ വർത്താനവും അവരുടെ പോരാട്ടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു പോരാളി, അത് യാക്കോബായുടെ പോരാളി. യാക്കോബായ എന്ന് പറഞ്ഞാൽ ഒരു സഭയാണ്. യാക്കോബായ, ഓർത്തഡോക്സ്, കത്തോലിക്ക, ഇങ്ങനെ ഒത്തിരിയുണ്ട്. പകലൊരു സഭയുടെ പോരാളിയാണ് നിൽക്കുന്നത്. അപ്പം എന്തോ പോരാളിയാണ്. അദ്ദേഹത്തിന് എന്തിനോടാണ് പോരാട്ടം? അദ്ദേഹത്തിന് പോരാട്ടം വേണ്ടത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് എന്തിനോടാണ് പോരാട്ടമുള്ളതെന്ന് പൗരസപ്പോസനും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ബൈബിളിലുമുണ്ട്, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ആ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടോ? തലയിലൊരു മൂടുപടം ഇട്ടിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു പ്രത്യേക രീതിയിലുള്ള ഉടുപ്പിട്ടിട്ടുണ്ട്. അതിന് പ്രത്യക്ഷത്തിൽ ഒറ്റ തോട്ടത്തിന് കണ്ടാൽ പിന്നെ നൈറ്റിയാന്ന് എന്തെങ്കിലുമൊക്കെ ആട്ടെ അതായത് ഇട്ടിട്ടുണ്ട്. എന്തോ ഇതിൻ്റെ പോരാളിയാണെന്നുള്ളതാണ് എൻ്റെ കോമാളി ചോദ്യം. ഇതിനായിരുന്നു യേശുക്രിസ്തു ക്രൂശിൽ തറച്ചതും ഉത്ഥാനം ചെയ്തതും സ്വർഗത്തിലിരുന്ന ദൈവം പുത്രനായിട്ട് ഈ ലോകത്തിൽ വന്ന് നടന്നതല്ല. ഇതിനു വേണ്ടിയായിരുന്നു ഈ ഒരു കോമാളി വേഷം കെട്ടി പോരാളിയാണെന്ന് ധരിപ്പിച്ച് മറ്റുള്ളവരെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് പോയി കടലിൽ ചാടിക്കാനായിരുന്നു. കർത്താവ് വന്ന് ഇതിനു വേണ്ടി ഒന്നും ആയിരുന്നില്ല. ഈ രീതിയിലുള്ള ഒരു സഭയും ഈ രീതിയിലുള്ള ഒരു പോക്കും ആയിരുന്നില്ല കർത്താവ് പ്രതീക്ഷിച്ചത്. നിങ്ങളിലെ കർത്താവ് പഠിപ്പിച്ചത്, കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു, ക്രിസ്തുവിനെക്കാട്ടി വലിയൊരു ഗുരു, ക്രിസ്തുവിനെക്കാട്ടി വലിയൊരു ദൈവം ഈ ഭൂമിയിൽ വന്നിട്ടില്ല. അതിന് അദ്ദേഹം പല റീസൺസ് ഉണ്ട്. അതിലൊരു റീസൺ കണ്ടത്, ലോകത്തിൽ ഒരു ഗുരുവും ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ടില്ല. ഇവിടെ കർത്താവിൻ്റെ പേരിലാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡ്രസ്സും ഒക്കെ ഇട്ട് നിൽക്കുന്ന സുന്ദരനായ ഈ വയോധികൻ പോരാളിയാണെന്ന്. അത് യാക്കോബായ പോരാളി. എനിക്ക് വാസ്തവം പറഞ്ഞാൽ വളരെ ഒരു മൂല്യക്ഷയം തോന്നുന്നു. നമ്മുടെ മൂല്യങ്ങൾ എവിടെ പോയി? കർത്താവിൻ്റെ ആ വചനങ്ങൾ എവിടെ നിൽക്കുന്നു? കർത്താവിൻ്റെ ആഹ്വാനം എവിടെ നിൽക്കുന്നു? ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി അനേകരുടെ സുവിശേഷ ദൗത്യം കൊണ്ട് രൂപപ്പെട്ട ഈ ക്രിസ്ത്യാനികൾ, അവർ രൂപപ്പെടുത്തിയ സഭയ്ക്കകത്ത് ഇതുപോലെയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി സഭയിൽ അനേക പോരാട്ടങ്ങൾ നടത്താറുണ്ട്. നമ്മളോട് തന്നെയാണ് പോരാട്ടം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ട പോരാട്ടം. അത് ഭഗവത്ഗീതയിലും എല്ലാം പറയുന്നുണ്ട്. അത് പോട്ടെ, അത് ഇതായിട്ടൊന്നും ഞാൻ ക്ലബ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ യാക്കോബായ, ഓർത്തഡോക്സ്, ഇങ്ങനെയൊക്കെ ഓരോരോ ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ട് പോരാടുന്നത്, ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഈ നാട്ടിലൊരു നിയമമുണ്ട്, ദൈവത്തിന് മുമ്പിലൊരു നിയമമുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഭൂരിപക്ഷം പോലും കുറഞ്ഞെടുത്ത് കയ്യൂക്കൊണ്ട് ആ പള്ളികൾ പിടിച്ചു വച്ചിരിക്കുന്നു. ആ പള്ളികളിൽ നിന്ന് എന്തോ ഇവർക്ക് കിട്ടുന്നത്? ആ പള്ളികളിലെല്ലാം ധരിച്ചു കൊണ്ടിരിക്കുകയാണ്, തേൻ കുടിക്കുകയാണ്, അല്ലെങ്കിൽ പള്ളികളിലെല്ലാം സ്വർണ്ണം ഇരിക്കുകയാണ് മാന്തി എടുക്കാൻ. ഇതൊന്നുമല്ലാതെ ഡംപിനും അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി
കൂദാശകളെ പോലും മാറ്റിമറിക്കുന്ന കോമാളികൾ, അതിനുവേണ്ടി താളം തുള്ളുന്ന കുറേ ജനങ്ങൾ, ഇടയനില്ലാത്ത ആടുകൾ ഇടയനെ സെലക്ട് ചെയ്യുന്നതും ഇടയൻ ആടുകളെ സെലക്ട് ചെയ്യുന്നതും എല്ലാം നമുക്ക് മനസ്സിലാകാനുള്ളതേ. ഒരിക്കലും ആടുകൾക്കൊരു ഇടയനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ന്യായമല്ല ആടുകളുടെ കേസിൽ. പക്ഷെ മനുഷ്യൻ്റെ കേസിൽ അവരുടെ ഇടയനെ അവർ സെലക്ട് ചെയ്യാം. ഇതൊന്നുമില്ലാതെ ഇമാതിരി കോമാളി പോരാളികളെ ദയവ് ചെയ്ത് വിശ്വാസികൾ ഒന്നടങ്കം വന്ന് നിർമ്മാർജ്ജനം ചെയ്യണം. അവരെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഞാൻ കത്തി കൊണ്ടോ തോക്കുകൊണ്ടോ ഒന്നുമല്ല, അവരെ വിദ്വേഷം പ്രചരിപ്പിച്ചുമല്ല. അവരുടെ ആ വഴിയിൽ ഞങ്ങളല്ല. ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പാതയുണ്ട്. ക്രിസ്തുവിൻ്റെ പാതയിൽ ഞങ്ങളെ നയിക്കാൻ ക്രിസ്തുവിനെ പോലുള്ളവരോ ക്രിസ്തുവിനാൽ ആകർഷരായവരോ ക്രിസ്തുവിൻ്റെ സിദ്ധാന്തം പിന്തുടരുന്നവരോ മാത്രം ഞങ്ങൾക്ക് മതി എന്ന് വെച്ച് ഇവരെ ഇല്ലായ്മ ചെയ്യണം. നമ്മളെല്ലാവരും ഉണർന്ന് ചിന്തിക്കണം. ഓക്കെ.